നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ചെയ്യാൻ ഉയർച്ചയിൽ നിൽക്കുമ്പോൾ, അതായത് നമ്മൾ കഷ്ടപ്പെട്ട് താഴത്തുനിന്ന് കയറി നല്ല ഉയർച്ച സാമ്പത്തികപരമായിട്ട് അല്ലാതെയൊക്കെ അത്യാവശ്യം നല്ല ഉയർച്ചയിൽ നിൽക്കുമ്പോൾ, മറ്റ് പരാധീനതകളോ മറ്റ് ബാധ്യതകളോ ഒക്കെ ഒന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് പെട്ടെന്നൊരു തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും? നല്ല ഉയർച്ച കയറി വന്ന ഒരാൾ പെട്ടെന്ന് തകരും. പിന്നെ മാനസികമായിട്ട് അവരങ്ങ് തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പം അതിന് നമുക്കൊരു കാരണം നമുക്ക് എന്താണ് നമ്മൾ ആദ്യം ചിന്തിക്കണം. അങ്ങനെ പെട്ടെന്ന് ഉയർന്ന ഒരാൾ തകരണം എന്നുണ്ടെങ്കിൽ, ഒന്നാമത് ജാതകവശാൽ ശകടയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതായത് നമ്മൾ പടിപടിയായിട്ട് കയറി നമുക്ക് മുകളിൽ വന്ന് പൈസ കുറച്ച് ചിലവായി അവസാനം നമ്മുടെ ചിലവാകുന്നുണ്ട്. നമുക്ക് ആ ചിലവാകുന്നതനുസരിച്ചൊരു വരവില്ല താനും. അങ്ങനെ മൊത്തം പൂർണ്ണമായി വീണ്ടും ഈ മുഷിവസ്ത്രീ ആയെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ധനികൻ വീണ്ടും ദരിദ്രനാകുന്ന അവസ്ഥ നമുക്ക് ജാതകവശാൽ ശകടയോഗം ഉണ്ടെങ്കിൽ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. ഇനി അടുത്ത ഒരവസ്ഥ, ഉയർച്ച നിന്നൊരാൾ തകരണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ദശാസന്ധി അല്ലെങ്കിൽ കാലക്കേടുകളുള്ള സമയമായിരിക്കണം. നമുക്ക് പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഗ്രഹങ്ങൾ ജാതകത്തിലുണ്ടായിരിക്കാം. ഉദാഹരണം ശനിയാവാം, ആദിത്യനാവാം, ശുക്രനാവാം. അങ്ങനെ പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അപഹാരത്തിലോ അല്ല എങ്കിൽ നമുക്ക് ഇവരുടെയൊക്കെ ദശാകാലത്തോ നമുക്ക് തകർച്ചകൾ സംഭവിക്കാം. അനുകൂലത്തിലുള്ളവരുടെ ദശാകാലത്തായിരിക്കാം ഉയർച്ച ഉണ്ടായത്. നമുക്ക് പ്രതികൂലത്തിലുള്ളവരുടെ അപഹാര ദശയോ വരുമ്പോൾ വീണ്ടും തകർച്ചകൾ സംഭവിക്കാം. സാധാരണ അത് നിങ്ങളെയൊക്കെ കയ്യിൽ തന്നെ സമ്പൂർണ്ണ ജാതകമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ജാതകവശാലുള്ള വിഷയമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അതിനുള്ള പരിഹാരങ്ങളും സമ്പൂർണ്ണ ജാതകത്തിൽ എഴുതി കൊടുക്കാറുണ്ട് മിക്ക ജ്യോത്സ്യന്മാർ. ഇനി ഇത് രണ്ടുമല്ല എന്നിരിക്കട്ടെ, നമുക്ക് ദൃഷ്ടിദോഷം ബാധിക്കാം. ചില വ്യക്തികൾ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ, ഇപ്പം നമ്മളൊക്കെയാണ്, ഇപ്പോൾ ഉദാഹരണം ഞാനാണ് ചിന്തിക്കുക, ഒരാൾ നന്നായി കിടക്കട്ടെ, നമുക്ക് 10 രൂപ ബാധ്യത വന്നാലും 10 രൂപ കടമെങ്കിലും ചോദിക്കാതെ നമ്മളൊക്കെ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ല. ഒരാൾ ഉയർച്ചയുണ്ട്, കണ്ടോ അവൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ നാക്ക് വെച്ച് പറഞ്ഞാലും മതി. നാക്ക് ഗുളികൻ നിൽക്കുന്ന സമയം എന്നൊക്കെ പറയാം. അങ്ങനെ നാക്ക് ജിഹ്വാദോഷം എന്നാണ് ഞാൻ പറയുന്നത്. ജിഹ്വാദോഷം ആ നാക്കുകൊണ്ട് ചുമ്മാ പറഞ്ഞാലും മതി. അയാൾക്ക് കരിങ്കണ്ണ് അല്ലെ കരുനാക്ക് ദോഷം ഏറ്റു കഴിഞ്ഞാലും അയാൾക്ക് ഈ പറഞ്ഞ അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. അഭിവൃദ്ധി എന്ന് വെച്ചാൽ എന്തുവാ? വിത്ത് കുത്തി കൊണ്ടുവന്ന് പഴയ കാലത്ത് പറയാം. നമ്മുടെ കൈ കുറച്ച് നെൽവിത്തുണ്ട്. നമ്മൾ ഇത് കൃഷി ചെയ്തെങ്കിലേ അത് 10 ഇരട്ടിയോ അതിലെ 15 ഇരട്ടിയോ ആവത്തുള്ളൂ. അതേസമയം ഈ കൈയിരിക്കുന്നിടത്ത് നമ്മൾ അത് കുത്തി അരിയാക്കിയും കഴിച്ചാൽ എന്ത് പറ്റും? നമുക്ക് പിറ്റേ ദിവസത്തേക്കൊന്നും കഴിക്കാൻ കാണത്തില്ല അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇരിക്കുകയും ധാരാളം സാമ്പത്തികം വരികയും ചെയ്യുമ്പോൾ നമുക്ക് റോളിങ് നടക്കും. അപ്പം നമുക്ക് മിച്ചം കിട്ടുന്ന പൈസ നമുക്ക് എന്ത് ചെയ്യും? സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നമുക്കുണ്ടാകും. അപ്പം ഈ കയ്യിലോട്ട് സാമ്പത്തികം വരാതാവുന്നത് ദൃഷ്ടിദോഷം പ്രധാന ഒരു ഘടകമാണ്. നമുക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്ന അവസ്ഥയൊക്കെ ദൃഷ്ടിദോഷം കൊണ്ട് വന്നു ചേരാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരാൾ താഴ്ചയിൽ പോകണമെങ്കിൽ പിന്നെ മഹാ ആഭിചാരം അല്ലെങ്കിൽ ശത്രു ആഭിചാരം എന്ന് പറയും. അതായത് കലിയുഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറ്റമിത്രങ്ങളെയും ശത്രുക്കളെയും പോലും കലി ശത്രുവാക്കി കളയും. ഉറ്റമിത്രങ്ങളെയും ബന്ധുക്കളെയും പോലും ശത്രുവാക്കണം. പ്രത്യേകിച്ച് രക്തബന്ധപ്പെട്ട അച്ഛനെയും അമ്മയും അച്ഛനെയും മകനെയും അച്ഛനെയും മകളെയും അപ്പം അങ്ങനെയുള്ള എല്ലാവരെയും കലി ശത്രുവാക്കി കളയുന്ന അവസ്ഥ നമുക്ക് സംജാതമായിട്ട് വരും. അപ്പം അതിന് കലി നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈശ്വര പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യ ഘടകമാണ്. നമുക്ക് ഈശ്വര പ്രാർത്ഥന തിരക്കൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈശ്വര പ്രാർത്ഥനയൊക്കെ നമുക്ക് കുറയാറുണ്ടല്ലേ? ഈശ്വര പ്രാർത്ഥന കുറയുന്ന സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ ദോഷങ്ങൾ, ശത്രു വിഷയങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും ബാധിക്കുക. ശത്രു വിഷയങ്ങൾ ഏത് വിധത്തിലുള്ളതാണ് നമ്മൾ കണ്ടെത്തണം. നാലാംവേദമുണ്ട്, അല്ലാതെ തന്നെ ഒടിവാദോഷമുണ്ട്, അല്ലാതെ തന്നെ ക്ഷുദ്രമാരണ ദോഷങ്ങളുണ്ട്, ആഭിചാര ദോഷമുണ്ട്, വിളിച്ചപേക്ഷാദുരിതങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഏത് രീതിയിലുള്ള ആഭിചാര ദോഷമാണെന്ന് കണ്ടെത്തി അതിനുള്ള യുക്തമായ പ്രതിവിധി നമ്മൾ ചെയ്യണം. പ്രതിവിധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഉയർന്ന നിന്ന ആൾ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും തിരിച്ചു കയറുന്ന അവസ്ഥ വരും. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെയും തകർച്ച ഉണ്ടാവാതിരിക്കാനുള്ള റെമഡീസ്, പിന്നീട് തകർച്ച ഉണ്ടാവാതിരിക്കാൻ അല്ല ഉയർച്ചയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ട കാര്യങ്ങളും നമ്മൾ ആ പറയുന്ന കർമ്മങ്ങൾ എന്താണോ ആ കർമ്മത്തിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ശ്രദ്ധിക്കണം. ഇപ്പം ഞാനൊക്കെ ഒരാൾക്ക് പൂജ കൊടുക്കുമ്പോൾ അവർക്ക് ഭാവിയിൽ വേറൊരു ജ്യോത്സ്യനെ കാണേണ്ടി വരില്ല. കാരണം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. അതുപോലെ അവർക്ക് ഭാവിയിലും അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള യന്ത്രങ്ങൾ, സ്ഥലരക്ഷ, ഗൃഹരക്ഷ, സ്ഥാപന രക്ഷ മുതലായ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഇനി ചേർക്കാണെങ്കിൽ നമ്മൾ കയറി വന്നു, നല്ല രീതിയിൽ കയറി വന്നു,
നല്ല രീതിയിൽ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ കൂടത്ത് നിൽക്കുന്നവരെ, അതായത് സാമ്പത്തികം നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കണം, കുടുംബദേവതയെ നമ്മൾ കണക്കാക്കണം, ദേശദേവതയെ കണക്കാക്കണം, മാതാപിതാക്കളെ കണക്കാക്കണം, സുഹൃത്തുക്കളെ കണക്കാക്കണം. ചില സാമ്പത്തികമായിട്ട് വന്നു കഴിയുമ്പോൾ ഈ കൂട്ടത്തിലുള്ളവരെ എല്ലാം അങ്ങ് മറക്കും. ഇവരുടെ എല്ലാം ശാപങ്ങൾ വന്നു ചേരും. ആ ശാപങ്ങൾ നിമിത്തവും തകർച്ചകൾ ഉണ്ടാവാം. അപ്പം അങ്ങനെ പല വിധത്തിൽ ഒരാൾക്ക് തകർച്ച ഉണ്ടാവും. നമുക്കത് എന്താണ് വിശദമായിട്ട് കണ്ടുപിടിക്കുന്നതിനകത്താണ് ജ്യോതിഷൻ്റെ മിടുക്കിയിരിക്കുന്നത്. അത് കണ്ടുപിടിച്ച് കൃത്യമായ അല്ലെങ്കിൽ യുക്തമായ പരിഹാരങ്ങൾ വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ എത്ര തകർച്ച കിടക്കുന്ന ഒരാളായാലും ക്ഷണമാർഗത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉയർച്ച സാധ്യമാകും. അപ്പം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.